ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലമാണ്. കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം 16 തീയതി മുതൽ കന്നിമാസം 14 തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ മാസം അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചെയ്യും. അതായത് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ അത് നിവൃത്തി സ്ഥാനത്ത് വന്നിരിക്കുന്നു. ചൊവ്വ ബലവാനായിരിക്കും. അതുപോലെ തന്നെയാണ് അഭീഷ്ടകാര്യസാധ്യത്തിൻ്റെ ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ തൊഴിൽ സ്ഥാനത്ത് ബലവാനായിട്ട് വന്നിരിക്കുന്നു. നീചഭംഗം വന്ന് ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. മറ്റ് ശനി ദോഷങ്ങളൊന്നും സൂചകമല്ലതാണ്. ആയതിനാൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും തൊഴിൽ വിജയവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അത് പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്ന് പെട്ടെന്ന് ധനം വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുക. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനീയർ മുഖാന്തരമോ ഗുരുക്കന്മാർ മുഖാന്തരമോ മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു പുതിയതായിട്ട് പഠിച്ച വിദ്യക്കനുസരിച്ചും അതിലുപരിയായിട്ട് ഒരു തൊഴിലിൽ പ്രവേശിക്കുവാൻ യോഗമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കും. ഇപ്പോൾ വളരെ മോശം സാമ്പത്തിക സ്ഥിതിയുള്ളവരും ഉയർന്നു വരും. അതായത് ദീർഘനാളുകളായിട്ട് ഒരു ജോലിയിൽ സ്ഥിരപ്പെടണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ജോലി സ്ഥിരപ്പെടുന്നതിനോ, അതുമല്ല അർദ്ധ സർക്കാർ ജോലിയായാലും സർക്കാർ ജോലിയായാലും ലഭിക്കുന്നതിനും തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലി ലഭിക്കുന്നതിനും ഈ ധനു രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം യോഗമുണ്ട്. വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ ഈ രാശിക്കാർക്ക് ഈ മാസം യോഗമുണ്ട്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ല ഒരു മാസമാണ്. അതായത് പ്രായമായവർക്കുമൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ഏതെങ്കിലും തരത്തിൽ കേസോ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും കടം വീടുന്നതിനുമുള്ള സാമ്പത്തികം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് കടത്തിനെയും അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ കടങ്ങളൊക്കെ വീടുക, കൊടുത്ത പണം തിരിച്ചു കിട്ടുക, ദീർഘകാലമായിട്ട് കൊടുത്തിട്ട് കിട്ടാതെ കിടക്കുന്ന പണം കിട്ടുന്നതിനുള്ള യോഗവും കൂടി ഈ മാസം ഉണ്ട്. അതുപോലെ എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുകയും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും പുതിയ കരാറടിസ്ഥാനത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ ഏറ്റെടുക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കുടുംബപരമായിട്ടും നല്ലതാണ്. കുടുംബപരമായിട്ട് ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട്. എന്നിരുന്നാലും രാഹു 4ാമിടത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കുടുംബ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കണം. ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടിയൊക്കെ ചെയ്യുന്നത് വളരെ വിജയങ്ങൾ ഉണ്ടാക്കിത്തരും. ഒരു വീട്ടിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോട്ടറി ഭാഗ്യവും ഈ ധനു രാശിക്കാരായ നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദമായ ഒരു തുക ലോട്ടറി അടിക്കുന്നതിനും ഒക്കെ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള സന്ദർഭമാണ്. സർക്കാർ ജീവനക്കാരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ
ഈ രാശിക്കാർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. ധൈര്യം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ്. എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ ഭേദമായ രീതിയിൽ നടക്കും. അധിക സാഹസികത ഒന്നും ചെയ്യുവാൻ പാടില്ല. മനസ്സ് പുറകോട്ട് ആയിട്ട് നെഗറ്റീവ് ചിന്താഗതികൾ കടന്നു വരാതെ വളരെ ശ്രദ്ധിക്കണം. എല്ലാം നന്മയും വന്നു ചേരും. വിജയങ്ങൾ വന്നു ചേരേണ്ട മാസമാണ്. അറിഞ്ഞ് പ്രവർത്തിക്കുക, വിജയം തേടി വരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.